എല്ലാവർക്കും പുതിയ ഷമീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ചക്ക പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ, ഒന്നാം പാൽ, രണ്ടാം പാൽ, ചക്ക. രണ്ടാം പാലിനകത്താണ് നമ്മൾ ചക്ക വേവിക്കാൻ പോകുന്നത്. അതിൽ ആദ്യമേ പാലടുപ്പത്ത് വെച്ചു ചക്ക ഇടാൻ പോവുകയാണ്. ഇനി ചക്ക നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് അരിമാവ് ഒഴിക്കാം. ശകലം ഉപ്പിടുകയാണ്, മധുരത്തിൻ്റെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പിടുകയാണ്. ഇനി നല്ലതുപോലെ തിളച്ച് നല്ല പരുവായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കലക്കി വച്ചിരിക്കുന്ന അരിമാവ് ഒഴിക്കേണ്ടതാണ്. അരിമാവ് കലക്കി വച്ചിരിക്കുന്നതാണ്. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കലക്കി വെച്ചിരുന്നത്. ഇത് തവി എടുക്കാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. വെള്ളം ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് കുറുകയാണെങ്കിൽ. വെള്ളം ചേർത്ത് ഇനി നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഒന്നാം പാൽ ഒഴിച്ച് മധുരവും ഇടാം. നല്ലതുപോലെ തിളക്കട്ടെ. നല്ലതുപോലെ തിളക്കുകയാണ്. കുറുകയാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന പാലിൻ്റെ കൂടെ ശകലം വെള്ളവും കൂടെ ചേർക്കാവുന്നതാണ്. ഇതിനനുസരിച്ച് കട്ടിക്കനുസരിച്ച് ഒന്നാം പാൽ കുറച്ചൊഴിക്കുകയാണ്. മൊത്തം ഒഴിക്കേണ്ട, കുറച്ച് ഒന്നാം പാലൊഴിച്ച് അതൊന്ന് ഇതായി വരുമ്പം അടുത്ത നമുക്ക് പഞ്ചസാരയും ഇടാം. പഞ്ചസാര മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഇടേണ്ടത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച മധുരമാണ് ഇതിൽ ചേർക്കേണ്ടത്. കട്ടിയാണെങ്കിൽ അല്പം വെള്ളം വീണ്ടും ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ബാക്കിയിരിക്കുന്ന ഒന്നാം പാലും ഒഴിക്കാം. ഒന്നാം പാലൊഴിച്ച് നല്ലതുപോലെ തിളയ്ക്കാൻ നിൽക്കരുത്. ആവി ഏറുമ്പോഴത്തേക്ക് നല്ല ചൂടാകുമ്പോൾ നമുക്ക് അത് ഏലക്കാപ്പൊടിയും ഇട്ട് നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് നല്ല ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് നല്ലൊരു ബൗളിലേക്ക് ഇതിനെ മാറ്റാവുന്നതാണ്. എൻ്റെ ആദ്യത്തെ ബ്ലോഗാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.